ഇപ്പോൾ കറണ്ട് ചാർജ് അല്ലെങ്കിൽ ബില്ല് കൂടുതൽ വരുന്ന എല്ലാവർക്കും തന്നെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എനർജി സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോളാർ. അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് ഇവിടെ 4 വീടാണുള്ളത് ഈ ബിൽഡിങ്ങിൽ. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ താമസിക്കുന്നു. 2 യൂണിറ്റ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് സംവിധാനമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കറണ്ട് ബില്ല് ഒരു 3500 മുതൽ 4000 വരെ റേഞ്ചിൽ വരുമായിരുന്നു. അപ്പോൾ ഞാനത് സോളാറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം സ്ഥാപിച്ചു. എൻ്റെ ആവശ്യത്തിന് ശേഷമുള്ള ബാക്കി 2 വീടിലേക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് KSEBിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ട്. എനിക്കിവിടെ സോളാർ സിസ്റ്റം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത് സിഗ്നറ്റ് ID സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർവഹിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ പ്രോൺസ് ആൻഡ് കോൺസ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് ഏറ്റവും നല്ല യൂട്ടിലൈസേഷൻ കിട്ടുന്ന രീതിയിലാണ്, മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറണ്ട് ചാർജ് അല്ലെങ്കിൽ ബില്ല് കൂടുതൽ വരുന്ന എല്ലാവർക്കും തന്നെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എനർജി സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോളാർ. അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, സോളാർ മാൻ എന്ന പേരുള്ളൊരു ആപ്പ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമ്മളെടുത്ത് വളരെ സിമ്പിളാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി പ്രൊഡക്ഷൻ എത്രയൊന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ ആ കാര്യങ്ങളെല്ലാം വളരെ ആർക്കുവാണെങ്കിലും മനസ്സിലാകുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഇന്നത്തുണ്ട്.